ഹലോ ഗായ്സ്, വെൽക്കം ടു ലൈഫ് വിത്ത് രാഗിണി വൺസ് അഗെയിൻ. നമ്മളിപ്പം കുറേ കാലമായില്ലേ വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ. അത് കുറേ ആയിട്ട് കുറച്ച് ഡിലേ ഒക്കെ ആയിപ്പോയി, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. എൻ്റെ ജോലി കാരണവും പിന്നെ മക്കളുടെ ഇതും ഒക്കെ ആയിട്ട് നമ്മുടെ കണ്ണൻ ഇപ്പം 5 മാസമായി, അവൻ്റെ ചോറൂണായിരുന്നു. അങ്ങനെ നമുക്ക് കുറേ തിരക്കുകളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം നമ്മൾ ഇനി മുതൽ ശക്തമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും അല്ലേ. നമ്മുടെ കൂടെ നിന്ന് ആരായിരിക്കുന്ന ഒരു അതിഥി ഉണ്ട്, സാക്ഷാൽ മഹേഷ് ശങ്കർ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മളൊരു മ്യൂസിക് ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ചലഞ്ചൊന്നുമല്ല, എല്ലാവർക്കും അറിയണ ഒരു ചലഞ്ച് തന്നെയാണ്. എന്താ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ സോങ്സ് എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളതിൻ്റെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാർട്ട്ണർ അത് ഏത് സോങ്ങാണ് മലയാളത്തിൽ ഗെസ് ചെയ്യണം. അപ്പം അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഞാനിതാ ബുക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ മൊബൈൽ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആരാ? ടോസിയാണെങ്കിൽ ഇപ്പോൾ കോയിനൊക്കെ വേണ്ടേ? ഓക്കെ, ഈസി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഈ പാട്ടുകൾ വലിയ ഞാനിയൊന്നുമല്ല. ഇദ്ദേഹം അങ്ങനെയല്ല, നന്നായി പാട്ട് പാടും. ഞാൻ പാട്ട് പാടൂല. ജസ്റ്റ് നമ്മൾ 4 വരി എടുത്തിട്ടുള്ളൂ. 4 വരി എടുക്കാം കേട്ടോ. ഓക്കെ, 2 വരിയെങ്കിൽ 2 വരി. എന്നിട്ട് നമ്മളത് ഞാൻ ജസ്റ്റ് പറയുള്ളൂ, ആണെങ്കിൽ പാട്ട് പാടാം. ഓക്കെ, ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കാണരുത്, ചീറ്റ് ചെയ്യരുത്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് വൺ. ആസ് എ ടോയ് I play Veena by heart in front of you. As a toy I play Veena by heart in front of you. In the water bed of heart's desire. കൺഫ്യൂഷൻ ആക്കണ്ട. 2 വരി ഒന്നുകൂടി പറഞ്ഞ. ഇത് ഫസ്റ്റത്തെ വരിക, ഒന്നുകൂടി പറഞ്ഞ. As a toy ഈ ഐസ് കേട്ടോ. I play Veena by heart in front of you. ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ 90s സോങ്സ് ആണ്. 90s സോങ്സ് ആ. വീണ കളിപ്പാട്ടം. കളിപ്പാട്ടമായി കൺമണി നിന്റെ അല്ലേ? ഓക്കെ, 1 പോയിന്റ്. അപ്പം അവിടെ എഴുതിക്കട്ടെ കേട്ടോ. ഞാനിവിടെ സ്കോറ് പറയാട്ടോ. ഈസിയാണ്. Even the milky moonbeam has a pain. Hey night bird, why are you silent? Top song anadu. Even the milky moonbeam okay. Moonbeam has a pain. Hey night bird, why are you silent? നീല. എനിക്കറിയണ പാട്ടാ ഞാൻ പാടുന്നത്. എനിക്കറിയണ പാട്ട് ഇടാൻ പാടുള്ളൂ. എനിക്കറിയണ പാട്ട് തന്നെയാണത്. എല്ലാവർക്കും അറിയണ പാട്ട്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പാട്ട്. Even the milky moonbeam has a pain. Hate night bird, why are you silent? എന്തിനീ നിശബ്ദത? എനിക്കറിയണ പാട്ട് അറിയണാണ്. ഞാൻ എന്തിനാണ് എനിക്ക് മറ്റേ ഉത്തര സ്വയംവരൊക്കെ എടുത്താ പോരെ. നിലാവ് 90s ആണോ? എന്ന് പറഞ്ഞാല് എന്താ പറയാ, 90s ആണോ? 90s കഴിഞ്ഞിട്ടുള്ളതാണ്. 20s ആ ഒരു ഇതിലുള്ളതാണ്. ടിക് ടിക് വേണമെന്നില്ല. നിലാവിന്റെ നീലഭസ്മം തെറ്റി. ഓക്കെ, ഒരു 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നും കൂടി പറയും. മൂൺബീം
Even the Milky Moonbeam has a pain. Hey night bird, why are you silent? ഈ നൈറ്റ് ബേർഡ് രാക്കിളി നീ എന്തിന് സൈലന്റ് ആയിരിക്കുന്നു. എനിക്ക് ഈ പാട്ട് അറിയില്ലെങ്കിൽ ഇത് നമ്മൾ റദ്ദാക്കുന്നതാണ്. ഓക്കേ? ഇല്ലല്ല, ഈ പാട്ട് എനിക്ക് എന്തായാലും അറിയും. കഴിഞ്ഞു, ഇത് തോറ്റു. പാതിരാവിലും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ സൈലൻസ്. ഓക്കെ, നെക്സ്റ്റ് കാണിച്ചുതരാം. ഒന്നേ ഞാൻ എടുത്തിരിക്കുന്ന ഒക്കെ ഈസി ആണ്. അപ്പൊ ഇത് എങ്ങനെ പോ 2-0 അല്ല, എനിക്ക് 0-1. ഓക്കെ, നെക്സ്റ്റ്. In the swing of eye, you came unknowingly, like a dream without knowing it. You flew without knowing, heart, my love. Love moonlight, bird you sang Shahana. അല്ല, ഫസ്റ്റത്തെ ഒന്നുകൂടി പറഞ്ഞ. In the swing of eye. ഒരു മിനിറ്റ്. ഓക്കെ, You came unknowingly. ഒന്നും അറിയാതെ. In the moon of eye, in the swing of eye. Swing. ഞാൻ മിക്കവാറും തോക്കും. മിഴി കണ്ണ്. മിഴി കണ്ണ് മയില്. In the swing of eye. In the swing of eye. You came unknowingly. നീ ഒന്നും അറിയാതെ. കണ്ടോ, ഞാൻ എന്ത് സിമ്പിൾ ഇംഗ്ലീഷ് എടുത്തിരിക്കുന്നു. ഇത് മൂൺ ബീം എന്നൊക്കെ പറയുന്നത് എത്ര ഇതായിട്ടും കാര്യമില്ല, ചില സമയത്ത് കിട്ടില്ല. ഇത് അറിയണ പാട്ടാണ്, എനിക്കറിയാതെ. പക്ഷെ ഏതൊക്കെയോ പാട്ട് ലാസ്റ്റ് വരി കിട്ടുന്നത്. ലൈക്ക് എ ഡ്രീം വിത്തൗട്ട് നോയിങ് ഇറ്റ്. യു ഫ്ലൂ വിത്തൗട്ട് നോയിങ് ഹാർട്ട് മൈ ലവ്. അങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഈ പ്രശ്നമാണത്. ലൈക്ക് എ ഡ്രീം വിത്തൗട്ട് നോയിങ് ഇറ്റ്. സ്വപ്നം, ഒരു സ്വപ്നം പോലെ വിത്തൗട്ട് നോയിങ്. അറിയില്ല, അറിയാതെ ഒരു സ്വപ്നം. അത് എത്രാമത്തെ വരിക? സെക്കൻഡ്. അറിയാത്ത സ്വപ്നം. ഫസ്റ്റത്തെ ഒരു ഒന്നുകൂടി പറഞ്ഞ, ജസ്റ്റ് ഫസ്റ്റത്തെ ഒരു മാത്രം കേട്ടോ. ടെൻഷൻ അല്ല. പിന്നെ അത് നേരത്തെ ഇത് പറയും, ഫസ്റ്റത്തെ ഒരൊറ്റ വരി, ഇല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. In the swing of eye, you came unknowingly. മതി. In the swing of eye. In the swing of eye. ഇത് എത്ര, ആരാണ് അഭിനയിച്ചത് ഇതില്? പിന്നെ അങ്ങനെ ക്ലൂ ഒക്കെ ഉണ്ട്. എന്നിട്ട് എനിക്കെന്താ തന്നെ ക്ലൂ ചോദിച്ചില്ലല്ലോ. അല്ല, അതെനിക്ക് അറിയില്ലായിരുന്നു. ക്ലൂ ചോദിച്ചാൽ ഓഫ് കോഴ്സ് കിട്ടും. 90s സോങ് ആണ്, അത്ര ഞാൻ പറയൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടും കൂടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. ലാസ്റ്റ് സെന്റൻസ് കിട്ടിയ വേഗം കിട്ടും. ലവ് മൂൺലൈറ്റ് ബേർഡ് യു സാങ് ഷഹാന. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്. യേശുദാസ് പാടിയതാണ്. പാട്ടൊക്കെ അധികം യേശുദാസ് തന്നെ പാടി. ഏതൊക്കെയോ പാട്ട് വരികയാണ്. അറിയാതെ വന്നു നീ ഞാനില്ല, അതല്ലേ? 2-0. അതാണ് ഞാൻ കണ്ണ് നോക്കിയിട്ടാണ് ഞാൻ കണ്ണാടി കൂടും ഇല്ല ദൈവമാണ് അങ്ങനെ കണ്ണാടി. അപ്പൊ മിഴി വെച്ചിട്ട് മിഴി രണ്ടിലും എന്നാ വരുന്നത്. സിനിമ മാത്രമേ വരുന്നുള്ളൂ. മിഴി അറിയാതെ വന്നു. ഞാൻ എന്താ എളുപ്പമുള്ള പാട്ടുകൾ എളുപ്പാ. നാടൊക്കെ എടുത്ത് നല്ല എളുപ്പമുള്ള ഒരു പാട്ട്. എനിക്ക് അറിയണ പാട്ടായിരിക്കണം.
ഇത് പറഞ്ഞില്ലെങ്കിൽ നിർത്തി പോകേണ്ടതുണ്ട്. When we see next time, can you tell love in her just one time my breeze? Breeze എന്ന് പറഞ്ഞാ കാറ്റ്. When we see next time, ഇനി നമ്മൾ കാണുമ്പോൾ, ഇനി when we see next time when we see next time. okay, അതായത് അത് ഇംഗ്ലീഷ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു വേർഡാണത്. മലയാളത്തിൽ ചിലപ്പോ ഇത് വല്ല മലയാളം വേർഡ്സ് ഒക്കെ എടുത്ത് ഞാൻ എങ്ങനെ പറയാ, ഇതാ വരുന്നു എന്നുള്ളതിന് കണ്ടുമുട്ടുമ്പോൾ അങ്ങനെയും പറയാം. അത് ഓരോ ഇതിനനുസരിച്ച്. ഏത് സിനിമയാ? ചോദിച്ചാൽ when we see next time, can you tell love in her just one time my breeze. കാറ്റേ ഇതെന്നെ കൊണ്ട് നീ വീശുമ്പോൾ ബ്രീസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വേർഡിനെ വെച്ചിട്ടാ ഈ ആലോചിക്കുന്നത്. ചെല്ലക്കാറ്റ്. കാറ്റല്ലോ. when we see next time എന്നാണ് ഫസ്റ്റത്തെ. can you tell ഒന്ന് പറയുമോ, നീ ഒന്ന് പറയുമോ? ഞങ്ങൾക്ക് എന്തായാലും ആരാ അഭിനയിച്ചേ? അതൊന്നും പറയില്ല. ഈ മിഴിയറിയാതെ ഞാൻ ഓഫ് കോഴ്സ് എന്തായാലും പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഓക്കെ, ഇതെന്താ പറഞ്ഞ മിഴിയറിയാതെ ആരാ പാടിയെന്നല്ലേ? ഇത് യേശുദാസ് പാടിയാണ്. എനിക്ക് പാട്ടിന്റെ ABCD അറിയില്ല, സിനിമ പറയണം. ആ സിനിമ പറഞ്ഞാൽ കിട്ടൂലേ? ഇല്ല, കിട്ടും. എനിക്കറിയാം. വെരി ചീറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ല ഈ കളിക്ക്. when we see next time. മറ്റേ സിനിമത്തെ മോഹൻലാലിന്റെയും. ഓക്കെ, ഞാൻ ഒരു ക്ലൂ കൂടി തരാണ്. ലാസ്റ്റ് ക്ലൂ. ഇതിന് പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. ദിലീപാണ് അഭിനയിച്ചിരിക്കുന്നത്. നടി. അഞ്ഞ നടി എനിക്ക് സംവിധായകനും പാട്ട് ഏതാന്ന് പറഞ്ഞാൽ എനിക്ക് ഓടണം. ഞാൻ പറയും. ഇത് ലൈവല്ല. കഴിഞ്ഞോ? തോറ്റു പറയും. when we see next time ല്ലേ? can you tell? ഇത് മാത്രം ആലോചിച്ചത്. ഇനി നമ്മൾ കാണുമ്പോൾ. മറ്റേ നെടുമുടി വേണുവിന്റെ സിനിമത്തെ പാട്ട കണ്ടു. അതല്ലല്ലോ, നെടുമുടി വേണു നവ്യ നായരുള്ള സിനിമയാ. പാട്ടിന്റെ കാര്യത്തിൽ ഞാൻ വെറും 0 ആണ്. 0. എന്തിനാണ് ഈ മറ്റേ വണ്ടർല ചാലഞ്ച് കൊണ്ട് വന്നു? എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് ചെയ്യണമല്ലോ നമുക്ക്. പകുതി വരെ കണ്ടു. അതന്നെ ആ സിനിമത്തെയാണ് ഈ ഓട്ടോ. when we see next time, can you tell? സിനിമത്തെ പാട്ടാണ്, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കാര്യമില്ലല്ലോ, സിനിമത്തെ പാട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ഉണ്ടല്ലോ, അത് നേരെ തിരിച്ചാണ്. when we see next time. അടുത്ത വേർഡ്സ് പറഞ്ഞേ. അടുത്ത സെന്റൻസ് പറയും. അതെന്തായാലും കിട്ടുന്നുണ്ട്. എന്താ? like a light breeze I search for the flower ladder. Tragedy. like a light breeze I search for the flower ladder. Flower? ladder no. വെച്ചതാ ഐക്കറിയില്ല ഇതിലുള്ള ladder. അങ്ങനെ ഗൂഗിളിൽ നിന്ന് ഉടനെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഫസ്റ്റ് എന്തൊരു കഷ്ടാണ്. കണ്ടു. ഇത് മാറിട്ടോ, അത് പാട്ട് മാറി. കണ്ടോ? അല്ല, അടുത്ത വരെയല്ലേ വേണ്ടത്. പാട്ട് മാറി. ഞാൻ ഇങ്ങനെ ഓരോരോ വിൻഡോസിലൊക്കെ the word told my dear her.
When will whisper in my ears? You will whisper in my ears. കിട്ടണില്ല. When we see next time? ഇനി നമ്മൾ കാണുമ്പോൾ. Can you tell? ഒന്ന് പറയുമോ? അതുകൊണ്ട് കാര്യമില്ല, ഒരു സിനിമ പറഞ്ഞിട്ടുണ്ടായാലും ഞാൻ വെറും മുട്ടപ്പൂജ. അതുകൊണ്ട് കാര്യമില്ല, അടുത്ത് പറയും. നമുക്ക് ഇനി അടുത്ത ചലഞ്ച് ഒരു ഡാൻസ് ചലഞ്ച് ആക്കാം. അപ്പൊ ഞാൻ ജയിക്കും. എനിക്കറിയാം. ഏകമുദ്ര, ദ്വിമുദ്ര, ത്രിമുദ്ര. As one more night is went. Okay. As one more song sang and sun came down. As one more night is went. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. കണ്ടാ എന്ത് എളുപ്പമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതെനിക്ക് കിട്ടണ്ടേ. ഞാൻ കൊറേ ടൈറ്റിൽ എടുത്തത് നമുക്ക്. ഇനി അടുത്തത് കേട്ടോ. അപ്പൊ എത്ര ഇപ്പൊ 3-0. You are the moonlight flower which winter showers in my palms. നീലാവിന്റെ നീലഭസ്മ കുറി. You are the എല്ലാം മൂൺലൈറ്റ് ആണ് ഇത്. You are the moonlight flower which winter showers in my palm. ഇത് ഗൂഗിളിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാ. പിന്നെ അത് ഞാൻ അങ്ങനെയല്ല, ഞാൻ സിമ്പിൾ സെന്റൻസ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇതിന് ഞാൻ എവിടെ ഞാൻ സിമ്പിൾ സെന്റൻസ് എടുക്കാം? മൂൺലൈറ്റിന്റെ ഒരു സിമ്പിൾ സെന്റൻസ് ചെയ്തൊന്ന് പറഞ്ഞാ. നിലാവേ. നിലാവേ. നെക്സ്റ്റ്. You are the moonlight flower. നീ ഒരു പൂവേ, പൂവിന്റെ നിലാവേ. നീ ഒരു നിലാപ്പൂവേ. നീയാണോ സ്റ്റാർട്ടിങ്? അല്ലേ, എനിക്കറിയണ പാട്ടാണോ? വിച്ച് വിന്റർ ഷവേഴ്സ് ഇൻ മൈ പാം. അപ്പൊ അത് എങ്ങനെയാവാം? ഇപ്പൊ ഈ പറഞ്ഞത് ഇപ്പൊ ഫസ്റ്റത്തെ വേർഡാണോ അത്? മഞ്ഞ് പോലെ. വിന്റർ എന്ന് പറഞ്ഞാ വിന്റർ എന്ന് പറഞ്ഞാൽ മഞ്ഞല്ലേ? അങ്ങനെയല്ലോ, അതിനോരോ കാലങ്ങൾ. വർഷക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം. വിന്ററിന് എന്താ പറയാ? മഞ്ഞിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല, വേറെ പര്യായങ്ങളില്ല. രവി, ചന്ദ്രൻ, ദിവാകരൻ എന്നൊക്കെ പറയില്ലേ? പര്യായ പദം. രവി, ദിവാകരൻ, മൂൺ. അല്ല, വിന്റർ. മഞ്ഞ്. മഞ്ഞല്ലാണ്ട് പിന്നെ എന്താ വിന്റർ എന്ന് പറയാ? പോയിട്ടോ, ഈ വൺ ഷോകായി മാറിക്കൊണ്ടിരിക്കാണ് ഗായ്സ്. വിന്ററിന് മഞ്ഞല്ലാണ്ട് പിന്നെ എന്താ പറയാ? ശലഭം. മഞ്ഞിന് ശലഭം അല്ല, ബട്ടർഫ്ലൈ. അതൊക്കെയറിയാം. എന്ത് താമച്ചെന്നൊരു വേർഡിലായിരുന്നോ? തണുപ്പ്. പോയി. ഇനി പറഞ്ഞ ഞാൻ അറിയില്ല കേട്ടോ. ഇനി കഴിഞ്ഞു. 5 സെക്കൻഡ് ഉണ്ട്. ആരാ അഭിനയിച്ച പറയും. എന്തായാലും ഞാൻ തോറ്റു. എന്താ ആരാ അഭിനയിച്ച പറയും? നടീനെ എനിക്കറിയില്ല. നടനെ വേണമെങ്കിൽ പറയാം. ആസിഫ് അലി. നല്ലൊരു പാട്ടാണ്. ഇനി ഞാൻ പാടിയതാരെന്നും കൂടി ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പാടിയത് ആരാന്നെങ്കിലും പറയാം. വിജയ് യേശുദാസ്. You are the moonlight flower which winter showers in my palms. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ ചൂടുന്നിലാപ്പൂനി. ഓക്കേ, ഹേമന്തം എന്ന് പറഞ്ഞാ വിന്റർ. ഹേമം എന്നല്ലേ മഞ്ഞിന് പറയാ? അപ്പൊ ഇനിയിപ്പോ if you smile once in my memories, my love, you will drizzle in moonlight. If you
smile once in my memories. ഒരു മിനിറ്റ്. If you smile in my memory or in your Once if you smile once in my memories. ഒരു പ്രാവശ്യം ചിരിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ദേഷ്യപ്പെടും. ഒരു പ്രാവശ്യം ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ മെമ്മറി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 100% മാർക്ക് കിട്ടിയ ആളെന്നെ കൂടെ ഇരിക്കുന്നില്ല. ഞാനെന്ത് ചലഞ്ച് ചെയ്തിട്ട് എന്താ കാര്യം? മെമ്മറി ഓർമ്മകൾ ഓർമ്മകൾ ഓർമ്മ 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 If you smile once in my memory എൻ്റെ ഓർമ്മയിൽ പുഞ്ചിരിച്ചു. If you smile പുഞ്ചിരിച്ചാൽ ചിരിച്ചാൽ If you smile in my old memories na once in a memory nale old memory അല്ലല്ലോ. sorry, once in my memories. Once in my memory. In my memories. Once in my memories. ഒരു ഇത് ഏതാണ്? 90s ആണോ 20s ആണോ? 90s. ആരാ പാടി? അതെനിക്കറിയില്ല. ആരാ അഭിനയിച്ചതെന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. അതെന്ത് പാട്ടത്? വെറുതെ ഒരു പാട്ട് അല്ല, എനിക്ക് പാട്ടറിയുള്ളൂ. നല്ല പാട്ടാ, നല്ല അറിയുന്ന പാട്ടാ. എല്ലാവർക്കും അറിയും. എനിക്കൊരറിയാം. നെക്സ്റ്റ് സെന്റൻസ് പറയണം. ഒരു മിനിറ്റ്, ഇതിലൊന്ന് പിടിക്കട്ടെ ആദ്യം. അടുത്തത് കിട്ടും. ഇഫ് യു കോൾ മീ വൺസ് ഇൻ മൈ മെമ്മറീസ് ഐ വിൽ റൈസ് എസ് കിസ്സസ് മൈ സൺഷൈൻ ഫോർ മീ ആൻഡ് ഫോർ യു വൺ വേൾഡ്. For me and for you one world. നരേന്ദ്ര പ്രസാദ്. ചുംബന എൻ്റെ അയ്യോ എനിക്കറിയാം, കിട്ടിട്ടോ. നമ്മൾ ഒന്നിനെങ്കിലും തോൽപ്പിക്കണ്ടേ guys? കിട്ടി. If you see my കിട്ടിൻ്റെ കുറെ പാട്ട് വരികയാണ് എൻ്റെ വായില്. ഒന്നുകൂടി പറ, രണ്ടാമത്തെ വരും ഒന്നുകൂടി പറ, ആ കിസ്സിന്റെ ഭാഗം. I will if you call me once in my memories. ഒരു മിനിറ്റ്, അത് കഴിഞ്ഞു. I will rise as kisses my sunshine for me for I will for rise you as my as kisses my sunshine. എൻ്റെ sunshine. For me and for you one world. ഞാനും നിനക്കും എനിക്കും ഒരു ലോകം. ഞാൻ ഒരു ലോകം. When you if you ഒന്ന് ഫസ്റ്റത്തെ വരി എന്താ? If you smile once in my memories, ആ my love, you drizzle in moonlight. ഒരു മിനിറ്റ്, ഇത് പെട്ടെന്ന് പറയല്ലേ. ഇഫ് യു സ്മൈൽ ഇൻ വൺസ് ഇൻ മൈ മെമ്മറി, അങ്ങനല്ലേ? അതല്ല ഫസ്റ്റ് തുടങ്ങുന്ന വരി അതല്ലേ? ഇഫ് യു സ്മൈൽ വൺസ് ഇൻ മൈ മെമ്മറി, എൻ്റെ ഓർമ്മയിൽ പുഞ്ചിരിച്ചു. എൻ്റെ നോമൽ പുഞ്ചിരന്റെ ഓർമ്മയിൽ നിന്നോമ, അതല്ലല്ലോ? അതല്ല, ഓർമ്മകൾ ഓർമ്മയ്ക്ക് ഓർമ്മകൾ ശരിയാണ്.
ഞാൻ എന്തോരം ക്ലൂസാ കൊടുക്കുന്നത്, പക്ഷെ എനിക്ക് എന്തെങ്കിലും ക്ലൂസ് കിട്ടുന്നുണ്ടോ? അതല്ല, ഞാൻ ഇങ്ങനത്തെ സിമ്പിൾ സെന്റൻസിലേക്കല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിമ്പിളാണ് കിട്ടാത്തത്. ഹോംവർക്ക് ചെയ്യണം, ഹോംവർക്ക്. 4 ദിവസം മുന്നേ പറയണ്ടായിരുന്നു ഹോംവർക്ക് ചെയ്ത് പാഞ്ഞു വന്നിട്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരു മിനിറ്റ്, അയ്യോ എനിക്കറിയാതെ കേട്ടോ, പക്ഷെ വേണമെങ്കിൽ ഞാൻ തോറ്റരാം. അല്ല മനസ്സ് സമ്മതിക്കുന്നത്. എൻ്റെ മൈൻഡ് കിട്ടുന്നല്ലോ. സോറി. ഒരിക്കൽ നീ ചിരിച്ചാൽ ഓർമ്മകൾ ഇനി ഒന്നുകൂടിയില്ലേ? ലാസ്റ്റ് തടോ 4th one മഹേഷേട്ടൻ്റെ 4th one, എൻ്റെ 5th. ഇനി ഒന്നും കൂടി ഉണ്ട്. 5 പാട്ടാ സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും നമ്മൾ ജയിക്കണ്ടേ. ഇപ്പൊ 3-1 അങ്കത്തട്ടിലേക്ക് രാഗിണി വീണ്ടും. On the bosom of the night, where the blessed turmeric swayed, a dewdrop slept. For a blinking second, the lawless of moon sobbed. മുങ്ങി നീരാടുവാൻ ചന്ദനച്ചോലയിൽ. On the bosom of the night. On the blossom of the night. Blossom അല്ല, bosom. Bosom. Blossom. ഞാൻ എന്ത് സിമ്പിൾ ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് എനിക്ക് കിട്ടും. ഇതൊക്കെ വിട്ടോ. വേർ ദ ബ്ലെസ്ഡ് ടർമറിക് സ്വൈഡ്. സ്വൈഡോ? ടർമറിക് എന്ന് പറഞ്ഞാല് മഞ്ഞള്. സ്വൈഡോ? സ്വൈഡ്. ഓക്കേ, സ്വൈഡ്. മഞ്ഞള് ഒഴുകിപ്പോയി. ഒഴുകാന്നല്ല, ഫ്ലോ എന്നല്ലേ. സ്വൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പറന്നു പോയി, നീന്തി പോയി. ആരാ അഭിനയിച്ചിരിക്കണേ? എനിക്കറിയണ പാട്ടാ. എനിക്കറിയണ പാട്ടല്ലെങ്കിൽ ആക്ട്രസ് നമിതയോ നസ്രിയ? ശോഭന? ഞാൻ തോച്ചില്ലായിരുന്നു. മഞ്ജു വാര്യർ, സുരേഷ് ഗോപി, ദിവ്യ ഉണ്ണി. ഇനി പറഞ്ഞില്ലെങ്കിൽ ആ സിനിമയല്ലേ മഞ്ജു വാര്യർക്ക് പ്രാന്താവണ സിനിമ? അന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പാട്ട പറയുന്നത്. സിനിമ ഡയലോഗ് വെച്ചിട്ടാണെങ്കിൽ രാഗിണി എന്നേ ജയിച്ചത്. നമുക്ക് അടുത്തൊരു ചലഞ്ച് അങ്ങനെ എടുക്കട്ടോ. കിട്ടില്ല. എന്താ നോക്കാലോ, നമുക്ക് അങ്ങനത്തെ ഒരു ചലഞ്ച് എടുക്കണം. മഞ്ജു വാര്യർ എനിക്ക് മനസ്സിലായി. ഒരു രാത്രി കൂടി വിട വാങ്ങവേ. മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, സുരേഷ് ഗോപിയുള്ള സിനിമ സമ്മറിമ്പത്തിലെ ഒരു രാത്രി. മറ്റു മഞ്ജു വാര്യർ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് പാടുന്ന പാട്ടല്ലേ? ഒന്നും കൂടി പറയേ. ഈ ജേണലിന്റെ അടുപ്പം പോകുന്നു. ഓൺ ദി ബോസം ഓഫ് ദി നൈറ്റ് വേർ ദി ടർമറിക് സ്വൈഡ്. ടർമറിക് എന്താ? മഞ്ഞളേ. അപ്പൊ എനിക്ക് കിട്ടിയില്ല ആ പാട്ട്. പെട്ടെന്ന് കിട്ടില്ല. അതാണ് ഗൈസ്, പെട്ടെന്ന് കിട്ടില്ല. നേരത്തെ എനിക്കതുണ്ടായത്. ഒന്നും പെട്ടെന്ന് സമയമില്ല. എത്ര ക്ലൂ ആയത്. ടർമറിക് എന്ന് പറഞ്ഞില്ലേ? ഇനി ആ പാട്ട് എനിക്ക് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? മഞ്ഞൾ പ്രസാദവും മഞ്ഞള്. എന്തായാലും ഞാൻ തോറ്റില്ലേ. ഫസ്റ്റ് സെന്റൻസ് എന്ത് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാം. എന്നാ ഞങ്ങക്ക് സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്ത ലൈൻ ടർമറിക്. ലൈൻ ടർമറിക് എഞ്ഞി കിട്ടിയില്ലേ പോടന്ന്. ലൈൻ ടർമറിക്കോ? വരമഞ്ഞൾ. വരമഞ്ഞൾ
ഓക്കെ വെയിറ്റ്. വരമഞ്ഞൾ ആടിയ രാവിൻ നിലാവിൻ രാവിന്റെ മാറി. ഒരു മഞ്ഞ തുള്ളി. ഇനി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞ്. വരമഞ്ഞൾ ആടുന്നത് എവിടെ ഇതില്? സ്വെയ്ഡ്. ഓക്കെ. വരമഞ്ഞൾ ആടിയ രാവിന്റെ മാറി. അതെവിടെ? അപ്പൊ അതല്ലേ പറഞ്ഞത്. അതേമാതിരി ഇപ്പൊ എനിക്ക് ഞാൻ ലൈന് ഞാൻ അങ്ങനെയാണ് അതല്ല, ഇത് നേരെ തിരിച്ചാണ്. ഇത് വെറും മറ്റേ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെ എടുത്താ വെച്ചിരിക്കുന്നത്. ഇത് ഇതിലുള്ളതാണ് ഞാൻ പഠിച്ചത്. ഓൺ ദ ബോസം ഓഫ് ദി നൈറ്റ്. ഞാനും അങ്ങനെ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ആരായിരുന്നു ബ്ലെസ്ഡ് ടെർമറിക് സോയ, അതായത് വരമഞ്ഞൾ ആടിയ രാവിലെ. രാഗിണിക്ക് ഒരു പോയിന്റ്. ഓക്കെ മതി. ഓക്കെ നീ അല്ലേ പറയാള്? ലാസ്റ്റ് എവിടെ പോവാൻ നിൽക്കണം? ഇത് എളുപ്പാട്ടോ. The sun's crown has fallen in the stage of night sky. The sun's crown has fallen in the stage of night sky. സൂര്യകിരീടം വീണുടഞ്ഞു തിരുവരങ്ങി. അതല്ലേ? എളുപ്പാ. അടുത്തത് എളുപ്പത്തിൽ പറയണം കേട്ടോ. സിമ്പിൾ ആണിത്. ഇത് ഞങ്ങൾക്ക് വേണ്ടി എനിക്കൊരു പോയിന്റ് തരാൻ വേണ്ടി ഞാൻ എഴുതണം കേട്ടോ. മേക്കിംഗ് എ നെസ്റ്റ് ഓഫ് മിറേഴ്സ്. കണ്ണാടി കൂടും കൂട്ടി. കണ്ടോ? പാട്ടോട് കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ടിട്ട് മതി. കൈ. അപ്പൊ ആരാണ് ജയിച്ചിരിക്കുന്നേ? കൊണ്ട സമ്മാനം 2-4. 5 ആണോ? 1 ഞാൻ പറഞ്ഞു. അടുത്ത ചലഞ്ച് നമ്മൾ ഡയലോഗ് ചലഞ്ച് ആയിട്ട്. അതിന് രാഗിണി ജയിച്ചിരിക്കും. ജയിച്ച് കഴിഞ്ഞാൽ പൈസ ടൈറ്റ് ഷെഡ്യൂളാണ്. നോ. അപ്പൊ ഇതിനെന്താ സമ്മാനം? ഇതില് നമ്മൾക്ക് സമ്മാനം ഒന്നുമില്ല. നെക്സ്റ്റ് ചലഞ്ചിൽ നമുക്ക് എന്തെങ്കിലും നാരങ്ങ സോഡ മേടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചലഞ്ചുമായി വേഗം വരാം അല്ലേ? അപ്പൊ വെയിറ്റ്, നമുക്ക് ലാസ്റ്റ് പറഞ്ഞിട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മഹേഷിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, രാഗിണിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കമന്റ് ബിലോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ചലഞ്ചുമായിട്ട് വേഗം വരാം. ഓക്കെ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.